ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാക്ഷി അന്ന് രാത്രി ജാഷു നൽകിയ ബർത്ത്ഡേ ഗിഫ്റ്റ് തുറന്നു നോക്കുന്നു. ഒരു ചെറിയ ക്യാമറ ആയിരുന്നു അത്. അവൾ അതിലൊരു ഫോട്ടോ എടുത്തിട്ട് അത് നോക്കിയപ്പോഴാണ് അവൻ്റെ ഒരു ഫോട്ടോ അതിലുണ്ടെന്ന് കണ്ടത്. പക്ഷെ മുഖമില്ലാതെ കഴുത്തിന് താഴെ ഷർട്ട് കുറച്ച് തുറന്നു വെച്ച രീതിയിലുള്ള ഒരു ഫോട്ടോയുമായിരുന്നു അത്. ഇങ്ങനെ ഒരു ഫോട്ടോ അയക്കാൻ മാത്രം കോൺഫിഡൻസ് ഒക്കെ അവനായോ എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയച്ചത്. അവൾ ഫോണിൽ ക്യാമറയിലുള്ള ഫോട്ടോയുടെ ഒരു ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ അതിലുള്ള കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. ക്യാമറ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിലെങ്ങനെയോ അതിലായതാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കത് നന്നായി കാണാൻ പറ്റുന്നില്ല. ഗിഫ്റ്റിന് എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയക്കുന്നു. നീ എസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു HD ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു തരാം എന്നവൻ തിരിച്ച് മെസ്സേജ് ഇടുന്നുണ്ട്. അവളത് തമാശയെ എടുത്തത് കൊണ്ട് അവനും അതേ രീതിയിൽ തന്നെ മറുപടി നൽകുന്നു. കുറച്ചു നേരം മെസ്സേജ് അയച്ച ശേഷം ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ മതിയാക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ നമ്പർ ഫോണിൽ ബ്രദർ 2 എന്ന് സേവ് ചെയ്തിരുന്നത് മറ്റേ ലവർ എന്നാക്കുന്നുണ്ട്. വീണ്ടും ക്യാമറ എടുത്ത് നോക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി കുറച്ച് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചത്. ഞാനൊരു റിലേഷൻഷിപ്പിലാകാൻ സാധ്യതയുണ്ട് എന്ന് സാക്ഷി അവന് മെസ്സേജ് അയക്കുന്നു. നീ പഠിക്കാനാണോ അതോ റിലേഷൻഷിപ്പിലാകാനാണോ കോളേജിൽ പോയതെന്ന് ചോദിച്ച് അവൻ റിപ്ലൈ ഇട്ടപ്പോൾ ഈ പ്രായത്തിൽ റിലേഷനിലാകുന്നതൊക്കെ സാധാരണയല്ലേ എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, പറ്റിക്കപ്പെടാതെ ശ്രദ്ധിച്ചോളണം എന്നവൻ പറയുന്നുണ്ട്. അവന് കുറച്ച് പ്രായം കൂടുതലാണെന്ന് പറഞ്ഞ് അവൾ വീണ്ടും മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ബാക്കി എല്ലാവരും ഉറക്കമായതുകൊണ്ട് പതുക്കെയാണ് അവൾ സംസാരിച്ചത്. അവൻ എന്നേക്കാൾ പ്രായം കൂടുതലാണെന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അവൻ്റെ ശബ്ദം വളരെ ഉച്ചത്തിലായതിനാൽ കുറച്ച് പതുക്കെ സംസാരിക്കാൻ അവൾ പറയുന്നു. നിനക്ക് എങ്ങനെയാണ് അവനെ പരിചയമെന്നും അവൻ ചോദിക്കുന്നു. ഒരു PG സ്റ്റുഡൻ്റ് ആണെന്നാണ് അവൾ പറഞ്ഞത്. നിന്റെ ഈ പ്രായത്തിൽ നന്നായി പഠിക്കുകയാണ് വേണ്ടത്. റിലേഷൻഷിപ്പിലാകുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്നേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുള്ളതാണെങ്കിൽ പോലും ഞാൻ അവനെ അംഗീകരിക്കില്ല. എന്നേക്കാൾ മുതിർന്ന ഒരാൾ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ പറയുന്നു. അവൾ അതെന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. നിന്നേക്കാൾ മൂത്ത ഒരാൾ നിന്നെ ചേട്ടനെന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നിനക്കല്ലേ എന്ന് അവൾ പിറുപിറുക്കുന്നുണ്ട്. അവൾ പിന്നെയും ഉറങ്ങാതെ ക്യാമറയുമായി കുത്തിയിരിക്കുകയാണ്. അവൻ നൽകിയ ബ്രേസ്ലെറ്റും കയ്യിലെടുത്തിട്ടുണ്ട്. അതിൽ ഫോക്സിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്. അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേവേ എഴുന്നേറ്റ് വന്ന് നിന്റെ ചേട്ടൻ നൽകിയ ഗിഫ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. സാക്ഷിയുടെ ചിരി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ മറുപടി അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. നീ എപ്പോഴാണ് അവനോട് എസ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വേവേ അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടെന്ന് സാക്ഷി ചോദിച്ചപ്പോൾ പിന്നെ വേണ്ടേ, അവൻ നിന്നെ പ്രേമിച്ച് നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എത്ര നാൾ അത് തുടരണം എന്നൊക്കെ നീ പ്ലാൻ ചെയ്യണ്ടേ എന്ന് അവൾ ചോദിക്കുന്നു. എപ്പോഴാണ് ഞാൻ എസ് പറയേണ്ടതെന്ന് സാക്ഷി അവളോട് തന്നെ ചോദിക്കുന്നു. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഷെങ് എൻ്റെ പുറകെ നടന്ന് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനോട് എസ് പറഞ്ഞിരുന്നു. നിനക്ക് ഏറ്റവും പറ്റിയ സമയമാണെന്ന് തോന്നുന്നത് എപ്പോഴാണോ അപ്പോൾ ഓക്കെ പറയാം എന്നവൾ പറയുന്നു. എനിക്കിപ്പോഴാണ് ഏറ്റവും പറ്റിയ സമയമായി തോന്നുന്നതെന്ന് സാക്ഷി ചിരിച്ചുകൊണ്ട് പറയുന്നു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറഞ്ഞ് വേവേ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, നീ നിന്നെ സൂക്ഷിച്ചോളാം എന്നവൾ ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴാണ് സാക്ഷി ഒരു സംശയം അവളോട് പറഞ്ഞത്. ജാഷു പെട്ടെന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്തായിരിക്കും എങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കുറച്ചുനാൾ കഴിയുമ്പോൾ അവന് മടുത്ത് മതിയാക്കി പോകുമോ എന്നവൾ ചോദിക്കുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായി അറിയാവുന്നതല്ലേ. അവൻ നിന്നെ പ്രേമിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നന്നായി ആലോചിച്ച് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേവേ പറയുന്നു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നു. ഇനി നിനക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നീ അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വേവേ എഴുന്നേറ്റ് പോയത്. സാക്ഷി കുറേ സമയം കൂടി ബ്രേസ്ലെറ്റിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് ബാക്കി രണ്ടുപേരും അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് കണ്ടത്. ജാഷു നൽകിയതാണെന്ന് വേവേ അവരോട് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി അത് പിടിച്ചു നോക്കുന്നു. അതിലുള്ള എലിയുടെ ചിത്രമാണെന്ന് യൂഷൻ ചോദിച്ചപ്പോൾ സാക്ഷി കുറച്ച് പുടക്കത്തോടെ കൈവലിച്ചിട്ട് ഫോക്സ് ആണെന്ന് പറയുന്നു. ഫോക്സ് ആയിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്ന് യൂഷൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇനി എലിയായിരിക്കുമോ എന്ന് സാക്ഷി ഒന്നുകൂടി നോക്കുന്നുണ്ട്. അപ്പോഴാണ് നാളെ ഫ്രീ ആണോ എന്ന് ചോദിച്ച് ജാഷു അവൾക്ക് മെസ്സേജ് അയച്ചത്. അവൾ മറുപടി നൽകുന്നതിന് മുമ്പേ വേവേ ഇടപെട്ട് ഞാൻ റിപ്ലൈ അയക്കാം, അവനെ ടെസ്റ്റ് ചെയ്യാം എന്ന് ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഫ്രീ അല്ല എന്ന് മെസ്സേജ് ഇടുന്നു. വെറുതെ ആവശ്യമില്ലാത്ത പണിയൊന്നും ഒപ്പിക്കേണ്ടെന്ന് യൂഷൻ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് സംസാരിച്ചതാണെന്ന് വേവേ പറയുന്നു. സാക്ഷിക്ക് അതിനോട് പൂർണ്ണ യോജിപ്പില്ല, എങ്കിലും അവളും കൂടെ നിൽക്കുകയാണ്. നാളെ ഫ്രീ അല്ല എന്ന് റിപ്ലൈ കണ്ടപ്പോൾ മറ്റന്നാൾ പറ്റുമെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോഴും വേവേ പറഞ്ഞിട്ട് ഫ്രീ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് അവൾ റിപ്ലൈ നൽകുന്നു. നീ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നീ പ്രതീക്ഷിക്കുന്ന റിപ്ലൈ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ടെസ്റ്റിംഗ് നടത്തുന്നത് ശരിയാകാൻ സാധ്യതയില്ല എന്നൊക്കെ യൂഷനും വാങ്ങും കൂടി അവളെ ഉപദേശിക്കുന്നു. സാക്ഷിയും ഒന്ന് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ജാഷുവളുടെ മെസ്സേജ് കണ്ടാക്കിയ കൺഫ്യൂഷൻ എടുത്തുണ്ടായിരുന്ന കോളീഗിനോട് നമ്മൾ പുറത്തു പോകാൻ ക്ഷണിക്കുമ്പോൾ ഒരാൾ അങ്ങനെ റിപ്ലൈ തന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നു. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ഫ്രീ ആകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നവൻ പറഞ്ഞു കൊടുക്കുന്നു. അവൻ റിപ്ലൈ തരാൻ വൈകുന്നത് കൊണ്ട് ഇനി അവൻ മെസ്സേജ് അയച്ചില്ലെങ്കിലും എന്ന് പിടിച്ച് സാക്ഷി അവനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വേവേ സമ്മതിക്കുന്നില്ല. ഫ്രണ്ട് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വലിയ പിടി കിട്ടാത്തതിനാൽ കുറച്ച് സമയം കഴിഞ്ഞാണ് ജാഷു റിപ്ലൈ നൽകിയത്. ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് ഫ്രണ്ട് നോക്കുന്നുണ്ടെങ്കിലും അവൻ കാണിക്കുന്നില്ല. വ്യാഴാഴ്ച രാത്രി പറ്റുമോ എന്നാണ് അവൻ ഇത്തവണ ചോദിച്ചത്. 3 തവണ ട്രൈ ചെയ്തുകൊണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് വേവേ സമ്മതിക്കുന്നു. അങ്ങനെ അവർ അന്ന് ഓക്കെ ആണെന്ന് റിപ്ലൈ നൽകുന്നു. ജാഷു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പറഞ്ഞ ദിവസം സമയത്ത് ചെല്ലാൻ അവന് പറ്റുന്നില്ല. സാക്ഷി റെഡിയായി ഫ്രണ്ട്സിനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓഫീസിൽ പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം അന്ന് വരാൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞത്. അവൾ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഫ്രണ്ട്സിനൊപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നു. അടുത്ത 2-3 ദിവസങ്ങളിലും ജോലിയുടെ തിരക്ക് കാരണം അവളോട് പറഞ്ഞ സമയത്ത് അവൻ എത്താൻ കഴിയുന്നില്ല. അവൾ അവനോട് ക്ഷമയോടെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെയും ക്ഷമ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ ശരിക്കും നിന്നെ പ്രേമിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് ഫ്രണ്ട്സും സംശയം ചോദിക്കുന്നു. ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവൻ അവളുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച ദിവസം
അവൻ്റെ അച്ഛനെ കിടത്തിയിരിക്കുന്ന നഴ്സിംഗ് ഹോമിൽ നിന്ന് കോൾ വരുന്നതിനാൽ അവൻ അവിടേക്ക് പോകേണ്ടി വരുന്നു. എല്ലാ ദിവസവും അവൻ പറഞ്ഞതനുസരിച്ച് ഡേറ്റിന് പോകാൻ ഒരുങ്ങിയിറങ്ങിയിട്ട് അവസാനം നിരാശയായിട്ടാണ് സാക്ഷി തിരിച്ചു വരാറുള്ളത്. അന്നും അവൾക്ക് അങ്ങനെ തന്നെ വരേണ്ടി വരുന്നു. ഇത്തവണ അവൾ കുറച്ചുകൂടി വിഷമത്തിലായിരുന്നു. അവളുടെ വിഷമം കണ്ട് ഫ്രണ്ട്സ് അടുത്ത് നിന്നിട്ട് സമാധാനിപ്പിക്കുന്നു. മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ജാഷിൻ്റെ അച്ഛൻ 9 വർഷങ്ങളായി ഇങ്ങനെ അബോധാവസ്ഥയിൽ ഒരു കിടപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ അവനെ അറിയിക്കുന്നു. അച്ഛന് ബോധം വീണ്ടും കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് അവൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടില്ലേ, അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് ഡോക്ടർ അവനെ സമാധാനിപ്പിക്കുന്നു. ഡോക്ടർ പോയ ശേഷം അവൻ അച്ഛൻ്റെ അടുത്ത് കുറേ സമയം ഇരിക്കുന്നുണ്ട്. അച്ഛൻ എങ്ങനെയാണ് ഈ അവസ്ഥയിലായത് എന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് ഓർക്കുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ സിറ്റിയിൽ നടത്തിയ ഫിസിക്സ് പരീക്ഷയിൽ അവൻ 1ാം സ്ഥാനം കിട്ടിയിരുന്നു. അതിൻ്റെ സന്തോഷം ആഘോഷിക്കാനായി അവൻ്റെ അമ്മയും അവനും കൂടി അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വെപ്രാളപ്പെട്ട് വന്ന് കയറിയത്. അച്ഛൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചെന്ന് തോന്നി അമ്മ അടുത്തു നിന്നിരുന്ന് വിവരം തിരക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ച് അച്ഛൻ വരുന്ന വഴിയിൽ ആരെയോ വണ്ടി ഇടിച്ചിരുന്നു. അതിൻ്റെ ഷോക്കിലാണ് അദ്ദേഹം. എവിടെ വെച്ചാണ് സംഭവം നടന്നത്, ആളിനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അവർ രണ്ടുപേരും കൂടി വെപ്രാളത്തോട് ചോദിക്കുന്നു. സ്ഥലം അദ്ദേഹം പറഞ്ഞെങ്കിലും മറ്റാരും ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങാൻ തയ്യാറാകാതെ അദ്ദേഹം എതിർക്കുന്നു. ജാഷു ഉടനെ തന്നെ ഫോൺ എടുത്ത് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങിയെങ്കിലും വിളിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം തടയുന്നു. വണ്ടി ഇടിച്ച ആളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചിടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കുന്നു. അമ്മയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ പോലീസിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഓടിച്ചെന്ന് അവരുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിയാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അന്നത്തെ വീഴ്ചയിൽ അദ്ദേഹം മരിച്ചില്ലെങ്കിലും അന്നു മുതൽ ഇതേ കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവുകൾക്കും വണ്ടി ഇടിച്ച് മരിച്ച ആളുടെ കുടുംബത്തിലുള്ള നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയും അവനും അമ്മയും കൂടി അന്നു മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. അവൻ പഠിക്കുന്നതിനൊപ്പം പല പാർട്ട് ടൈം ജോലികളും ചെയ്യാൻ തുടങ്ങി. അമ്മയും രാത്രിയും പകലുമെന്നില്ലാതെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പല ജോലികളും മാറി മാറി ചെയ്യുകയാണ്. പലപ്പോഴും അവൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് അമ്മ ആഹാരം പോലും കഴിക്കാൻ മറന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട്. മറ്റു കുട്ടികളൊക്കെ കളിച്ചു നടക്കുന്ന സമയത്ത് മകൻ 2-3 ജോലികൾ വീതം ചെയ്യാൻ പോകുന്ന അമ്മയെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല എന്നാണ് അവൻ എപ്പോഴും പറയാറുള്ളത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കോളേജ് പഠനം വേണ്ട എന്ന് അവൻ ആലോചിച്ചതാണ്. പക്ഷെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കി അമ്മയ്ക്ക് ഇതിനകം വയറിന് പല പ്രശ്നങ്ങളും തുടങ്ങിയിരുന്നു. പക്ഷെ ആശുപത്രി ചിലവിനെ കുറിച്ച് ഓർത്ത് അവർ വേദനയുടെ കാര്യമൊന്നും അവനെ അറിയിക്കാറില്ല. പക്ഷെ പിടിച്ചു നിൽക്കാവുന്ന പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോഴേക്കും അവൻ സാങ്ഷിയുടെ സിറ്റിയിൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞ് അവളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി അവൻ അമ്മയെ കാണാനെത്തുന്നു. ആശുപത്രി ചിലവിനെ കുറിച്ച് ഓർത്ത് അമ്മ അപ്പോൾ തന്നെ ഡിസ്ചാർജ് ആകുന്ന കാര്യം പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി നീ ഇങ്ങനെ വാങ്ങേണ്ടിയിരുന്നില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം കടം വാങ്ങി നിനക്ക് മടുത്തു തുടങ്ങിയില്ലേ, നമ്മുടെ ബാധ്യതകൾ തീരുന്നവരെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയില്ല, അതിൻ്റെ കൂട്ടത്തിൽ നീ ഇങ്ങനെ എനിക്ക് വേണ്ടി കൂടി കടം വാങ്ങുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അമ്മ വിഷമത്തോടെ അവനോട് പറയുന്നു. അതൊന്നും സാരമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ എനിക്ക് നല്ല ജോലി കിട്ടും, അപ്പോഴേക്കും കടം തീർക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ബാധ്യതകളൊക്കെ തീരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ നീ തനിച്ചെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ കുറെ കരയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത്രയൊക്കെ ആയപ്പോൾ ജാഷു ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വരുന്നു. അമ്മയുടെ ഓർമ്മകളിൽ അവൻ അവിടെ ഇരുന്ന് കുറച്ച് കരയുന്നുണ്ട്. സാക്ഷി ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയിട്ട് തിരികെ വന്നപ്പോഴും അവൻ്റെ വിളിയോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിച്ച് ക്ഷമയോടെ കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു. അവസാനം എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് അവൾ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന് റിപ്ലൈ നൽകിയിട്ട് അവൻ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവൻ്റെ കോളാണെന്ന് അറിഞ്ഞപ്പോൾ ബാക്കി 3 പേരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വരട്ടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ സമയം ഒരുപാടായില്ലേ എന്നവൾ ചോദിക്കുന്നു. അവിടെ കർഫ്യൂ തുടങ്ങാൻ ഇനിയും 3 മണിക്കൂർ ബാക്കിയുണ്ടല്ലോ, നമുക്ക് അത്രയും സമയം കിട്ടുമല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ഓക്കെ പറയുന്നു. അപ്പോഴേക്കും കാര്യം മനസ്സിലായ ഫ്രണ്ട്സ് അവളുടെ അടുത്തേക്ക് വന്ന് അവൾ ഫോണിലോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവളെ പോകാൻ റെഡിയാക്കി മുറിയുടെ പുറത്തു കൊണ്ടാക്കി വാതിലടയ്ക്കുന്നുണ്ട്. എത്ര നല്ല ഫ്രണ്ട്സ് അല്ലേ. എന്തായാലും അന്ന് ജാഷു അവളെ കാണുന്നുണ്ട്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവൻ അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത്ര നല്ല മൂഡിലല്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൻ്റെ വിളി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നവൾ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു. കുറച്ച് ദിവസമായി തീരെ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുകളിൽ പെട്ടുപോയതിന് അവൻ സോറി പറയുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതിനാൽ അവൾ അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. എന്നാലും എന്തോ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതിനാൽ അവർ ഇരുന്നതിന് കുറച്ച് പുറകിലായി കോട്ടൺ ക്യാൻഡി ഉണ്ടായിക്കൊണ്ടിരുന്ന ആളിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് അവൾ ഒരെണ്ണം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ജാഷു എഴുന്നേറ്റ് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവൻ നൽകിയ ബ്രേസ്ലെറ്റ് അവൾ കയ്യിലിട്ടിരിക്കുന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. സാക്ഷി ആ ക്യാൻഡി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവന് നൽകുന്നു. കൊച്ചുകുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ ഞാനൊരു വലിയ കൊച്ചുകുട്ടിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നവൾ പറയുന്നു. ഞാൻ നല്ല മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴൊക്കെ മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഉന്മേഷം തോന്നാറുണ്ട്, അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അവൾ പറയുന്നു. അവൻ അത് കഴിച്ചു നോക്കുന്നു. ആരെങ്കിലും എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആദ്യമായിട്ടാണെന്ന് അവൻ പറയുന്നു. അവളോടും കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ നീ ഇതിനു മുമ്പ് വേറെ ആർക്കെങ്കിലും ക്യാൻഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. ഇല്ല എന്നവൾ പറഞ്ഞപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണ്, എൻ്റെ ഗേൾഫ്രണ്ട് ആകാൻ സമ്മതമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നവൻ ചോദിക്കുന്നു. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവൾ അവിടെ നിൽക്കുന്നു. ആരെങ്കിലും സാധാരണ ഫ്രണ്ട്സിന് ക്യാൻഡിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമോ, മാത്രമല്ല ഞാൻ തന്ന ബ്രേസ്ലെറ്റ് നീട്ടില്ല എന്നവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സമ്മതമാണെന്നാണോ, ഇത്രയ്ക്ക് ശുഭപ്രതീക്ഷ വേണ്ട, ഇങ്ങനെയൊന്നും എൻ്റെ മനസ്സ് കീഴടക്കാമെന്ന് വിചാരിക്കേണ്ട എന്നവൾ പറയുന്നു.
പിന്നെ എങ്ങനെ എനിക്ക് നിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചപ്പോൾ അത് എന്നോടാണോ ചോദിക്കുന്നത്? ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്ക്. എന്തായാലും ഇങ്ങനെ വല്ലപ്പോഴും മെസ്സേജ് അയക്കുകയും മാസത്തിലൊരിക്കൽ കാണുകയും ഒക്കെ ചെയ്താൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നവൾ പറയുന്നു. ഇന്ന് എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ നിന്നെ പ്രേമിച്ച് നിന്റെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കാം എന്നവൻ പറയുന്നു. നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നവൾ തമാശയായി പറയുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നാളെ ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോൾ രാവിലെ കോളേജിൽ ഒരു സീനിയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് മിസ്സാക്കാൻ പറ്റില്ല, ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാമെന്ന് അവൾ പറയുന്നു. പക്ഷെ അവൾക്ക് കൂടുതൽ പറയാൻ ചാൻസ് നൽകാതെ ഞാൻ ജോലിക്ക് പോയേക്കാമെന്ന് പറഞ്ഞവൻ മുന്നോട്ട് നടക്കുന്നു. ഉച്ച കഴിഞ്ഞ് ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അവൻ കേൾക്കാഞ്ഞിട്ടാണോ? കേൾക്കുന്ന വിധത്തിലാണല്ലോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ അവൾ അവിടെ നിന്ന് സംശയിക്കുന്നുണ്ട്. അവൻ പക്ഷേ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അടുത്ത ദിവസം സാക്ഷി വാങ്ങിനൊപ്പമാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സെക്ഷൻ എത്തിയത്. പക്ഷെ അവർ ചെന്ന് സീറ്റിലിരുന്ന് അല്പസമയത്തുള്ളിൽ തന്നെ ജാഷു അവിടെ എത്തുന്നു. അവനെ കണ്ടതും എനിക്കിവിടെ ഇരുന്നിട്ട് ബോർഡ് നന്നായി കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വാങ് എഴുന്നേറ്റ് ഫ്രണ്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സാക്ഷി അവനെ കണ്ടത്. ഒരു കോളേജ് കുമാരൻ സ്റ്റൈലിൽ നിൽക്കുന്ന അവനെ കണ്ട് അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്ന് സീറ്റിലിരിക്കുന്നുണ്ട്. ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ അത് സാക്ഷിയുടെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നു. അവൻ എന്തിനാണ് വന്നത്, ജോലിക്ക് പോകട്ടെ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി അവൻ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. എൻ്റെ സ്റ്റൈൽ അങ്ങനെയുണ്ട്, ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി പ്രായക്കുറവ് തോന്നുന്നില്ല എന്നവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു. എങ്കിൽ ഇനി മുതൽ ഞാൻ ഈ സ്റ്റൈൽ തന്നെ ഉപയോഗിക്കാം എന്നവൻ പറയുന്നു. വാങ് അവർ ഒരുമിച്ചിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് മറ്റു രണ്ടുപേർക്കും അയച്ചു കൊടുക്കുന്നു. അവൾ ഫോട്ടോ എടുക്കുന്നത് സാക്ഷി കാണുന്നുണ്ട്. മറ്റു കുട്ടികളും അവരെ തന്നെ നോക്കി പലതും പറയുന്നുണ്ട്. അവനാണെങ്കിൽ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആകെ ചമ്മൽ തോന്നി സാക്ഷി എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ഡെസ്കിലേക്ക് തലവെച്ച് കിടക്കുന്നു. ഞാനിവിടെ ഉണ്ടായിട്ട് നിനക്ക് ഉറക്കം വരുന്നുണ്ട് എന്നവൻ ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഉറക്കം വരും എന്ന് പറഞ്ഞ് അവൾ പിന്നെയും അങ്ങനെ തന്നെ കിടക്കുകയാണ്. എങ്കിൽ ഉറങ്ങിക്കോളാൻ അവൻ പറയുന്നു. പക്ഷെ അവൾ കണ്ണുമടച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നതിനല്ല, അവൻ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് കവളിൽ തൊട്ട് വിളിക്കുന്നു. അവന്റെ ഇരിപ്പ് കണ്ടാൽ കിസ് ചെയ്യാൻ വന്നാണെന്നേ തോന്നും. അവൾ കണ്ണു തുറന്ന് അവനെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ സാക്ഷി റിലേഷൻഷിപ്പിനെ കുറിച്ച് യാനോട് സംസാരിച്ച ദിവസം രാത്രി യാൻ ജാഷുവിന് മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ സിസ്റ്ററിനെ ഏതോ ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്നാണ് തോന്നുന്നത്, അവൾ അവിടെ തനിച്ചാണ്, ചീറ്റ് ചെയ്യപ്പെടാതെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞാണ് അവൻ മെസ്സേജ് അയച്ചിരുന്നത്. ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും അവൾ ഉടനെ തന്നെ എസ് പറയുമെന്ന് ജാഷുവിനെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ബോയ് ഫ്രണ്ട് ആക്കാൻ പോകുന്നത് താനാണ് എന്ന് തൽക്കാലം അവൻ യാനോട് പറയുന്നില്ല. അവൻ പറഞ്ഞതിനൊക്കെ ഓക്കെ എന്ന് മാത്രം റിപ്ലൈ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.